സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ നല്ല രീതിയിലുള്ള ഇടപെടലാണ് LDF നടത്തിയത് എന്നത് അതിന്റെ ഒരു സാക്ഷ്യപത്രമായിട്ടാണ് നമ്മുടെ ദേശീയപാതയുടെ കാര്യം കിടക്കുന്നത്. ദേശീയപാത പൂർണ്ണമായി മുടങ്ങിയതായിരുന്നല്ലോ. കേരളത്തിലെ ചില പഞ്ചായത്ത് റോഡുകളെക്കാളും മോശമായ അവസ്ഥയിലായിരുന്നു ചിലയിടത്ത് ദേശീയപാത. ആ ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുന്നതിന് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടിയൊരു യോഗം നടത്തി. ആ യോഗത്തില് 45 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു ഇഞ്ച് മുന്നോട്ട് പോയില്ല. സ്ഥലം ഏറ്റെടുത്തതേയില്ല, മുടങ്ങി, അവിടെ കടന്നു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്ന് കേന്ദ്ര ഗവൺമെന്റിനെ സമീപിച്ചു. ഇത് യാഥാർത്ഥ്യമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ചർച്ച തുടങ്ങി. അപ്പോ NHA ദേശീയപാത അതോറിറ്റി സർക്കാരിന് മുന്നിൽ പറയാണ്, ഞങ്ങൾക്ക് ഈ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല, വലിയ വിലയാണ്, നിങ്ങൾ ഏറ്റെടുത്തു തരണം. ഇന്ത്യ രാജ്യത്ത് എവിടെയും ഇല്ലാത്തൊരു കാര്യം, ദേശീയപാത വികസനത്തിന് ദേശീയപാത അതോറിറ്റി തന്നെയാണ് സ്ഥലമെടുക്കാറ്, അതിന്റെ കാശ് ചെലവിടുന്നത് അവരാണ്. അപ്പൊ നമുക്ക് സാധിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അവര് പറയാണ്, വലിയ വിലയാണ് കേരളത്തിൽ, ഞങ്ങളെ കൊണ്ട് ഇത് കഴിയില്ല. വലിയ തർക്കമായി. നമ്മുടെ ഗതികേട് അവര് കൃത്യമായി മനസ്സിലാക്കി. നമുക്കാണെങ്കിൽ ഈ ദേശീയപാത യാഥാർത്ഥ്യമാക്കണം. സ്ഥലം ഏറ്റെടുക്കൽ നടപടി UDF യാതൊന്നും സ്വീകരിക്കാത്തതിന്റെ ഭാഗമായാണ് ഈ കെടുതി വന്നിരിക്കുന്നത്. അവസാനം ഒത്തുതീർപ്പ് ചർച്ചയായി. അതിലൂടെ തീരുമാനമായി സ്ഥലത്തിന്റെ വിലയിൽ 25% സംസ്ഥാനം കൊടുക്കണം. ഇതായിരുന്നു ഒത്തുതീർപ്പ് വ്യവസ്ഥ. അതിന്റെ ഭാഗമായി നമ്മള് ആ പറയുന്ന 25% കൊടുക്കാൻ തീരുമാനിച്ചു. എത്രയാ? 5580 കോടി രൂപ. യഥാർത്ഥത്തിൽ UDFന്റെ കെടുകാര്യസ്ഥതയുടെ ഫലം നമ്മൾ അനുഭവിക്കുകയായിരുന്നു. ഏതായാലും ആ പണം കൊടുത്തു. എല്ലാവരുടെയും മനം കുളിരുന്ന രീതിയിലല്ലേ ഇപ്പോ ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ റോഡ് ഗതാഗതത്തിൽ വലിയ മാറ്റങ്ങളല്ലേ വരാൻ പോകുന്നത്. സമയബന്ധിതമായി അത് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കണം, LDF ആയിരുന്നില്ല എങ്കിൽ ഇത് നടക്കുമായിരുന്നോ? ഇതാണ് കേരളത്തിന്റെ അനുഭവം. ഓരോ രംഗത്തും നമുക്ക് കാണാൻ കഴിയുന്ന അനുഭവമാണിത്.